അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 142. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹ അതല്ല ഒരു മുഅ്മിനായ ആളുടെ ജീവിത വിജയത്തെ ഏറ്റവും വലിയ അസ്ത്രമായിട്ടിക്കട്. അത് ഞങ്ങളെ കൽബിലും ഞങ്ങളെ ചോറലും കളർന്ന് നിക്കിടങ്കത്തെ ഒരു അമൂല്യമായ വസ്തു ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് വിജയിക്കുക സാധ്യവിടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പോലും യാറെ സ്നേഹിച്ചിര. നബി തങ്ങളെ തൃപ്തിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. അങ്ങനത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഞങ്ങൾ സ്നേഹിക്കണായെ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത്തിബാഗ് ആക്കുക സാധ്യമേ ആവില്ല. കാരണം ഒരാളെ ഇത്തിബാഗ് ആക്കണുണ്ടായെങ്കിൽ അയാളൊട്ടിಗೆ വലിയ പിർസ ഞങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ആ പിർസത്തിലൂടെ ഞങ്ങൾ ഇത്തിബാഗ് അനുകരണ ആക്കുമ്പോ ആ അനുകരണಗೆ അർത്ഥ ഇക്കിട് അത് ശരിയായ അനുകരണ ആവിടും. അല്ലെങ്കിൽ ഒരു ಯಾಂತ್ರಿಕ ആവിടും. വെറുതെ ഒരു പേടിയും സ്നേഹവും ഇല്ലാണ്ട് അനുകരണ ആക്കടെ എന്ന് ചൊന്നാൽ അത് പോലീസിലെ അനുകരണ ആക്കിയ പോലെ. ഇപ്പൊ പോലീസിലെ വലിയ പിർസത്തിലെ അനുകരണ ആക്കടെ SIയുടെ അനുകരണ ആക്കിടാറ്. ഞങ്ങൾക്ക് എപ്പോഴും കാണ്ട എത്ര റിക്ഷ ഡ്രൈവർമാർ അല്ലാത്ത ഡ്രൈവർമാരെല്ലാം യൂണിഫോം ഇക്കിട് അങ്ങ് കാലി SIയുടെ കാണുമ്പോൾ മാത്രം എന്താ നാളെ ഡാഷ് ഡാഷ് പറഞ്ഞിട്ട് അങ്ങനെ എന്താക്കിയുള്ളാറ് ചട്ടയിട്ടുള്ളാറ്. അവന്റെ കണ്ണ് തപ്പിയപ്പോ അതിനെ വലിച്ചെറാറ്. അപ്പൊ ഇതൊരു ഇത്തിബാ, ഇതൊരു തുടർച്ച, അനുസരണ ഉണ്ട് അനുസരിക്കല്. പക്ഷെ ഈ അനുസരണ അത് ഗൗരവത്തില സ്നേഹത്തിലല്ല. അതേ സമയത്ത് അനുസരണ ഗൗരവത്തിലും സ്നേഹത്തിലും വരുമ്പോ ಅದಕ್ಕೆ എത്ര ബലമുണ്ട്, എത്ര മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൊന്നുകൊണ്ടുള്ളേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരണ ആക്കുമ്പോ ಅದಕ್ಕೆ മുന്നൊരു നബി തങ്ങളൊട്ടിಗೆ നമുക്ക് വലിയ മഹബത്ത് കൽബിൽ പറഞ്ഞു. പിന്നെ ഓട്ടോമാറ്റിക് ഇത്തിബാഗ് പണ്ട് ಅದರ രസവും ಅದರ സൗന്ദര്യവും നമുക്ക് വിശദീകരിക്കാൻ സാധ്യയില്ല. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ജീവിതത്തിൽ ചൊന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെയും പഠിക്കുക ശ്രമിച്ചിട്ട് നബി തങ്ങളെ കണ്ണെങ്ങനെ, നബി തങ്ങളെ കാതെങ്ങനെ, നബി തങ്ങളെ താടിയെങ്ങനെ, താടിയുടെ മുടിയെങ്ങനെ, സുബ്ഹാനല്ലാഹ് സ്വഹാബിങ്ങ എല്ലാം ചരിത്രത്തിൽ നമുക്ക് വിശദീകരിച്ച് തന്നറാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ ചരിത്രം എന്തൊരു മദീനത്തെ ഫുള്ള് ഓരോ മണ്ണുകും നമുക്ക് 1400 വർഷത്തെ ഹിസ്റ്ററി നമുക്ക് കാണുക സാധ്യവുള്ളൂ. മക്കത്തെ ഓരോ മണ്ണിലും ചരിത്രമുണ്ട്. ഇതെല്ലാം നിരന്തരമായ അധ്യയനം ആക്കിയിട്ട് അതിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ വലിയ സ്നേഹം ഞങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടായെങ്കിൽ അൽഹംദുലില്ലാഹ് ഞങ്ങളെ ഇത്തിബാഗ്, ഞങ്ങളെ അമലുകും ഞങ്ങളെ അനുസരണകും വലിയ അർത്ഥയിക്കട്. അതുകൊണ്ട് എല്ലാത്തും ഉപരിയായിട്ട് നബി തങ്ങളൊട്ടിಗೆ വലിയ സ്നേഹം നമുക്ക് പറഞ്ഞു. ഇമാം ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ മദീനത്തേക്ക് പോയിട്ട് അവിടെ ചെന്ന പലക്ക ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത്തി ഖബ്രിഹി ഫഹുനാക ഖുംതു അശുമ്മു റയ്യാ നശ്രിഹി വഗമീതു മദ്ഹൂഷൻ ലിഹൈബത്തി ഖബ്രിഹി ഹുബ്ബൻ വഇൻ കുൻതുൽ മുസീഅ അസീമ. ഞാൻ ത്വയ്ബത്തുക്ക് പോയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്താക്കുക പോയ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്താക്കുക പോയിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോ നബി തങ്ങളെ മണ നക്ക് വന്ന് നബി തങ്ങളെ കബുറിന്റെ മണ ഞാൻ ആസ്വദിച്ച. അങ്ങനെ ഞാൻ നബി തങ്ങളെ കതിർ ഓർത്തിട്ട് ബോധം കെട്ട് പോയ സ്നേഹം കൊണ്ടു ഞാൻ എത്ര തെറ്റ് ചെയ്ത ആളായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ നക്ക് പിർസ കൊണ്ടു. ആ പിർസാണ് എന്റെ ഏറ്റവും വലിയ മുതൽ കൂട്ടും ചെന്നിട്ടു ഇമാം ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു. ഈ ഇമാം അഹ്മദുൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളത്തെ മുട്ടന്നിട്ട് ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് അവിടെ പാടിയെങ്കത്തെ ബൈത്ത് നബിയെ നിങ്ങളെ 2 കൈ നക്ക് നീട്ടിത്തരണു, ഞാനൊന്ന് ചുംബിച്ചിട്ട് നിന്റെ ചുണ്ടുകൾ സൗഭാഗ്യം ഉണ്ടാവട്ടും ചെന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടിക്കൊടുത്തെങ്കെത്തത് ഞങ്ങൾക്ക് ചരിത്രത്തിൽ വായിക്കുക സാധ്യമാവുള്ളൂ. അപ്പൊ ആ മഹാന്മാരെ സ്നേഹം എത്ര ആയിട്ടിക്കും, അങ്ങനെ പിർസപ്പാട് എത്ര ആയിട്ടിക്കും ചെന്നിട്ടു ഞങ്ങൾക്ക് ഊഹിക്കുക പോലും സാധ്യമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തുള്ള എല്ലാ ജീവികവും സ്നേഹിച്ചിട്ട്, എല്ലാ മരങ്ങവും സ്നേഹിച്ചിട്ട്, എല്ലാ വസ്തുവും സ്നേഹിച്ചിട്ട്. പക്ഷേ ചില മനുഷ്യ ജീവികൾക്ക് മാത്രം അതിന്റെ എല്ലാം ശിർക്കായി പോയോണ്ടുണ്ട്. അങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചിട്ട് മഹബത്ത് വെച്ചിട്ട് സ്നേഹിച്ചിട്ട് ഞങ്ങൾ റൗളത്തെ മുട്ട ഒരു സിയാറത്താക്കിയെങ്കിൽ ഒരു കൈയുദ്ധാക്കി ദ്വാരന്നെങ്കിൽ നബി തങ്ങളെ മുഖത്ത് മുന്നിട്ടിട്ടൊന്ന് നിണ്ടെങ്കിൽ അപ്പ ഞങ്ങളെ ഓടുവാട്ടർ അത് ഷിർക്ക് ചെന്നിട്ടു ഷിർക്കിനെ തടുക്കിടങ്കത്തെ വലിയ ഏജന്റുമാർ അള്ളാഹുവെ ഇങ്ങളെ നിയമാക്കിയ പോലെ ഉണ്ട് അവിടെ. അങ്ങനത്തെ കുറെ ആൾമാരെ ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. വാസ്തവത്തിൽ ഇതെല്ലാം
മോഡേൺ ഇസ്ലാമിസ്റ്റ് വിഷയായിട്ടിക്കട് അങ്ങനെ ഒരു വരണ്ട ഇസ്ലാം ചൊല്ല, അതായത് ഒരു സത്തയുമില്ലാത്ത ഒരു കയമ്പുമില്ലാത്ത ഇസ്ലാം. ആ ഇസ്ലാമിൽ ആരും കൂടിപ്പോകണ്ടാണ്ടാണ്. അതുക്കാണ് ഇത്രയും ഞാൻ വിശദീകരിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നമുക്ക് വലിയ മഹബ്ബത്ത്, എത്ര മഹബ്ബത്ത് വേണമെങ്കിൽ പറ. ഇമാം ബൂസീരി ചൊന്നില്ല, നബി തങ്ങൾ എത്ര വേണമെങ്കിൽ നീ മദഹാക്ക്, എത്ര വേണമെങ്കിൽ പ്രേമിക്ക്, എത്ര വേണമെങ്കിൽ നീ വർണ്ണിക്ക്. ഈസാ നബിയെ പറ്റി അള്ളാഹുടെ മോണും ചെന്നാറ് ആ ഒരു മർത്തബത്ത് ആ ഒരു ജാഗയ്ക്ക് മാത്രം പോയിരണ്ട, ദൈവാണ്ട് ചെന്നിരണ്ട. ബാക്കി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വർണ്ണനാക്ക. അള്ളാഹുൻ ചൊല്ലുടെ വിശ്വാസം ഇല്ലാണ്ട് അള്ളാഹുണ്ട് നിങ്ങൾ ചെന്നിട്ടുണ്ട് നബി തങ്ങളെ, അതല്ലാത്ത ഏത് മധുഹും നിങ്ങൾക്ക് ആക്കാൻ ചെന്നിട്ടു. ഇമാം ബൂസീർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് സമ്മതം തന്നോണ്ടുണ്ടു. അത് എന്നിട്ട് മഹാൻ ചൊല്ലു, പിന്നെ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഷറഫി വൻസുബ് ഇലാ ദാത്തിഹി മാ ശിഅത മിൻ ഷറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്ത് തടിരൊട്ടിಗೆ ഒക്കുടങ്കത്തെ ഏത് മധുഹും നീನು ചൊല്ലും ചെന്നിട്ടു മഹാനായ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പടിപ്പാട്ടിയുണ്ടുണ്ട്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ പള്ളിക്ക് പോകുമ്പോ ആ നബി തങ്ങ നടന്നെങ്കെത്ത ജാഗെ, നബി തങ്ങളെ പാദസ്പർശായಂಕೆತ್ತ ജാഗെ, നബി തങ്ങളെ റൗലത്തെ ഉൾഗനാൻ നിൽക്കുമ്പോ അവിടെ എഴുതി വെച്ചത് കാണ്ട് മാ ബൈന ബൈത്തി വ മിംബരി റൗലത്തും മിൻ റിയാദിൽ ജന്ന. നന്റെ ഔത്രയും നന്റെ മിമ്പറിന്റെ ഇടയിലുള്ളത് സ്വർഗത്തെ തോട്ടത്തിൽപ്പെട്ട തോട്ടായിട്ടിക്കട്. ആ തോട്ടത്തിൽ സ്വർഗത്തെ തോട്ടത്തിൽ നമുക്ക് നിക്കോകു സൗഭാഗ്യ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലെ നമുക്ക് ആക്കി തന്നത്. ലഖദ് ഖുംതു ഫീ ദാരിൻ നഈമി ബിറൗലത്തിൻ വമൻ ഖാമ ഫീ ദാരിൻ നഈമി ഫലാ യസ്ഖാ. ഞാനിതാ ഹബീബായ നബി തങ്ങളെ റൗലത്തെ ഉൾഗങ്ങനെ തെച്ചിട്ടുള്ള നിന്നിട്ടുള്ള അപ്പോഴാണ് ഓർമ്മ വേണ്ടേ, ഞാനിപ്പോ തെച്ചില്ല സ്വർഗത്തിലല്ലേ. അൽഹംദുലില്ലാ. ഒരാൾ സ്വർഗത്തിൽ തെച്ചിട്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നിട്ടുണ്ടായെങ്കിൽ അവനൊരിക്കലും പരാജയപ്പെടുക സാധ്യയില്ല. ദുനിയാവിലുള്ള സ്വർഗത്തിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ആഖിറത്തിലും നമുക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സ്വർഗത്തിൽ പോകുക സാധ്യ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ മദീനത്തെ പള്ളി, ആ മദീനത്തെ പള്ളിയുമായി പിന്നെ ചുറ്റിട്ടുള്ളെങ്കത്തെ ചരിത്ര, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ചുറ്റിട്ടുള്ളെങ്കത്തെ ചരിത്ര, അതുപോലെ ജന്നത്തുൽ ബഖീലെ ഉൾഗ മരണപ്പെട്ട് കിടക്കുന്നെങ്കത്തെ വലിയ വലിയ മഹദിമാർ. സുബ്ഹാനല്ലാഹ്, അതെല്ലാം എത്ര വലിയ മഹാന്മാരാണ് അതിലുൾഗ കിടന്നിട്ടുള്ളത്. പക്ഷെ അങ്ക് അർഹമായ സ്ഥാനമാനവും അങ്ക് അർഹമായ ഗൗരവവും ഉണ്ട് കിട്ടിയോണ്ടില്ലേന്ന് ചൊല്ല ബേജാറ് നമുക്ക് ആയോണ്ടുണ്ട്. അപ്പൊ ഏതായ വലിയ വലിയ മഹാന്മാർ അതിൽ ഉൾഗെല്ലുള്ള ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുട്ട കുറെ ആൾമാർ വെച്ചിട്ടുള്ള ചെന്നെങ്കിൽ ഷിർക്കാക്കി പോവാറും ചൊല്ല പേടിയിൽ അപ്പപ്പ ഓടുവാട്ടോ ആളുണ്ട് അവിടെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ എന്ത് ഇസ്ലാമായിട്ടിക്കൊണ്ടാണ് നമുക്ക് പിന്നെ ചിന്തിക്കുകയുള്ളത്. അപ്പൊ ഏതായാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിയായ രൂപത്തിൽ പ്രേമിക്കണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ ആൾമാർ ഞങ്ങൾ ആവണം. അള്ളാഹു നമുക്ക് അതിക്ക് തൗഫീഖ് തരട്ടെ. ഇമാം ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സ്വല്ലല്ലാഹു ചൊല്ല ഏറ്റവും നല്ല ബൈത്ത് മദീനത്ത് പോയിട്ട് പാടിയെങ്കിൽ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സ്വല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ذي خلق بنفس الله كان عظيما فضلا غليظا لم يكن بل لينا بر الرؤوف المؤمنين رحيما ചൊന്നിട്ടു വലിയ നല്ല രസകരമായ ബൈത്ത് പാടിയിട്ട് അവസാനം പരിശുദ്ധമായ മദീനത്തെ തിരിച്ചു പറഞ്ഞു. ഉമറുൽ ഖാദിക്ക് മനസ്സില്ല. കാരണം നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെയൊക്കെ പോണ്ടേ, നന്റെ ഹബീബായ നബി തങ്ങളിലൂടെ കിടന്നിട്ടുള്ളേ. അതുകൊണ്ട് ആ നബി തങ്ങളെ മുട്ടമേ നക്ക് ഒഫാത്താവുക ചാൻസ് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബ പിന്നെ മദീനത്തെ കുബ്ബ നോക്കിയിട്ട് ചെമ്മ നാളിനെ കൂടെ നിൽക്കണം. മദീനത്ത് പോയെങ്കിൽ മുഹിബീങ്ങക്ക് ആഷിഖീങ്ങക്ക് ഒരിക്കലും തിരിച്ചു പറഞ്ഞു മനസ്സാവലെ. അതാണ് ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സ്വല്ലല്ലാഹു പ്രകട്ടായിട്ട് നമുക്ക് കാണുക സാധ്യ. അവിടെ നക്ക് പോണു മനസ്സില്ല നബിയെന്നിട്ട് അയാൾ ചൊല്ലു, യാ റൗലത്തൽ മുഖ്താരി ഖൽബി നാദിമു മിൻ ഫിർഖത്തിൽ അഹ്ബാബി ഫീക വസാജിമു دمعي بها فلعل ربي راحم ويردني لجنابكم مشموما صلى عليك مسلما تسليما. ഓ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൂദോട്ട പൂന്തോപ്പ് നബിയെ, നിന്റെ കൽബ് ദുഃഖിച്ചോണ്ടുണ്ടു, നിങ്ങളെ വിട്ടുപോണു നമുക്ക് മനസ്സില്ല. നിങ്ങൾ അപ്പുറത്ത് കിടക്കിടക്കെത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്നും വിട്ടുപോണു നക്ക് മനസ്സ് വന്നോണ്ടില്ല. തന്റെ മനസ്സിൽ വലിയ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. അത് മുഖാന്തരം തന്റെ കണ്ണിട് തന്നിങ്ങനെ ഇഞ്ഞു വന്നോണ്ടുണ്ട്. മാ ജഫ ദംഉൻ സാല മിൻ ഐനൈനി ലാകിന്നഹു യജ്രി അലൽ ഖദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ല്, എന്റെ കണ്ണിട ഇങ്ങനെ തന്നി വന്നോണ്ടുണ്ട്. പക്ഷേ നക്കുള്ളൊരു പ്രതീക്ഷ നക്കിണ്ട് തിരിഞ്ഞു പോണത്തരെ.
ഫലഅല്ല റബ്ബി റഹിമു, നന്റെ റബ്ബ് നക്ക് റഹ്മത്ത് ചെയ്യുക. വയറുദ്ദുനി ലിജനാബിക്കും മശ്മൂമ, ഇനിയും നിങ്ങളെ ഈ പുണ്യമായ ഹലറത്ത് അള്ളാഹു നന്റെ മണക്കി കൊണ്ടുവരുക, ഊട സുഗന്ധ ആസ്വദിക്കുക അള്ളാഹു നക്ക് തൗഫീക്ക് തരുവാൻ ചൊല്ലಂಕೆ ഒരു ಭರವಸೆ ഒരു ഭാവന അള്ളാഹുടൊട്ടിಗೆ നല്ലൊരു വിചാര നക്കുണ്ടു. ആ ಮೂಲಕ അള്ളാഹു നക്ക് റഹ്മത്ത് ചെയ്യുവാൻ ചൊന്നിട്ടു ഒരു പ്രതീക്ഷ നക്കുണ്ടു. അതേ സമയത്ത് ഊട നക്ക് തിരിച്ചു പോണു മനസ്സില്ല നബി എന്ന് ചൊന്നിട്ടു ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുല്ലാഹി അലൈഹി നമുക്ക് പരിപാടി കൊണ്ടുണ്ടു. സ്വല്ല അലൈക മുസല്ലിമൻ തസ്ലീമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ യാ ഖൈറ ഖൽഖില്ലാഹി ഖൽബി ഹായിമു മിൻ ഫുർഖത്തിർ റൗളിൽ മുശർറഫി നാദിമു. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റഹ്മത്തുല്ലാഹി അലൈഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയുള്ള സ്നേഹ ആധിക്യം കൊണ്ട് അവിടെ പാടിയെങ്കിത്ത് നല്ല രസകരമായ ബൈത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ വലിയ സ്നേഹവും വലിയ മഹബത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിത്തരുമാറാവട്ടെ. നബി തങ്ങളെ മുട്ട പോണ്ടേന്ന് ചൊന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരു മുഅ്മിനായ ആളുകൾ ലോകത്ത് കിട്ടങ്കത്തെ ഏറ്റവും വലിയ സൗഭാഗ്യാക്കി ആയിട്ടിക്കട്. നന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഞാൻ പോണ്ടേ, ആ നബി തങ്ങൾക്ക് ഞാൻ സലാം ചൊല്ലെ, എന്നിട്ട് നബി തങ്ങളെ മുട്ട റൗലത്തിൽ വെച്ചിട്ട് നബി തങ്ങൾക്ക് യാസീൻ നാ ഓതരെ, നബി തങ്ങളെ പേരിൽ സലാത്തും സലാമും ധാരാളം ചൊല്ലെ. അങ്ങനെ ചെല്ലുമ്പോ ഒരു മുഅ്മിനായ ആളെ മനസ്സ് അതിങ്ങനെ പഠിച്ചുകൊണ്ടിക്കട്, അതിങ്ങനെ ഇഷ്കു കൊണ്ടും ഷൗക്ക് കൊണ്ടും അത് ചലന അതൊക്കെ ഉണ്ടായോണ്ടിക്കട്. കാരണം ഇത്ര വലിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചെങ്കത്തെ, അള്ളാഹു വലിയ ബഹുമാനം കൊടുത്തെങ്കത്തെ, ലോകത്ത് തുല്യതയില്ലാത്തെങ്കത്തെ നേതാവ്, ആ നേതാവിടെ പറ്റി പഠിച്ചതുപോലെ ചരിത്രം വിശദീകരിച്ചതുപോലെ ഒരാളെപ്പറ്റിയും ചരിത്രം ആ രൂപത്തിൽ വിശദീകരിച്ചത് കാണുക സാധ്യമേ ഇല്ല. ആ നേതാവിനെ പറ്റി മാത്രം വിശദീകരിച്ച ഗ്രന്ഥത്തെ ഒരു പക്കം ഒരുമിച്ച് കൂട്ടാണ്ടായെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി അതായിട്ടിക്കൊണ്ട് ചെന്നിട്ട് ബുദ്ധിജീവിനെ സമ്മതിച്ചുകൊണ്ടുള്ള അപ്പൊ അങ്ങനത്തെ തുല്യതയില്ലാത്ത നേതാവ് എത്ര പേനങ്ങ് മഹത്വവും മധുഹും സ്ഥാനമാനവും നമുക്കിങ്ങനെ വർണ്ണിച്ചിട്ട് പാടുകയും ചൊല്ലുകയും സാധ്യമാവും. അങ്ങനത്തെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പോലത്തെ ഒരാളെയും നമുക്ക് എടുത്തു കാട്ടുക സാധ്യയില്ല. അത്രയും നല്ല സൽസ്വഭാവിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ബാക്കിയുള്ള എല്ലാ ആൾമാരും അതിൽ നിന്നാണ് എല്ലാം കിട്ടിയത്. അതേ സമയത്ത് എല്ലാം കൊണ്ടും സമ്പൂർണരായ അൽ ഇൻസാനുൽ കാമിൽ ലോകത്തുണ്ടുണ്ടായെങ്കിൽ, പൂർണ്ണരായ മനുഷ്യ ഉണ്ടുണ്ടായെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്ര. അതുകൊണ്ട് ജമാലുക ഫീ ഐനി വഹുബ്ബുക ഫീ ദമി, നിങ്ങളെ ഭംഗി നന്റെ കണ്ണിലുണ്ട് നബിയെ. വഹുബ്ബുക ഫീ ദമി, നിങ്ങളെ സ്നേഹ അത് നന്റെ ചോരലിങ്ങനെ കളർന്നിട്ടുണ്ട് നബിയെ. ഒരിക്കലും നിങ്ങൾ നന്റെ തൊട്ട് ഗായിബായി പോണു സാധ്യയില്ല എന്ന് ചൊന്നിട്ട് മഹാന്മാരെല്ലാം ചെന്നറാർ. ഞങ്ങൾക്ക് അങ്ങ് ചെന്നതിലിങ്ങനെ എടുത്തു ചെല്ലാണ്ട് അല്ലാണ്ട് ആ രൂപത്തിലുള്ളൊരു സ്നേഹ ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടിയോണ്ടില്ല. അത് കിട്ടുകവേനായിട്ടാണ് ഞങ്ങൾ അധ്വാനിക്കണ. ലിമിസ്ലി ഹാദ ഫല്യഅമലിൽ ആമിലൂൻ. കാരണം ഒരാളെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണമെങ്കിൽ ഏറ്റവും വലിയ സമ്പത്തായിട്ടിക്കട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒട്ടികെയുള്ള സ്നേഹ. ആ നബി തങ്ങളെ സ്നേഹിക്കുമ്പോ നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തൊട്ടിಗೆ നമുക്ക് സ്നേഹമുണ്ട്. അത് ബറാത്തവുണ്ട മനസ്സ്, അത് ഉണങ്ങിയ മനസ്സായിട്ടിക്കട്. അവിടെ ഒരിക്കലും സ്നേഹത്തെ ആ ഒരു ഉറത്തെ ഒസറു അവന്റെ മനസ്സിൽ ഇല്ലാണ്ടായിട്ടിക്കട് അതൊരു അർത്ഥ. അതുകൊണ്ട് ഭൗതികമായിട്ട് ദുനിയാവിൽ ഞങ്ങൾ ഉണ്ട് കുറെ ഷിർക്ക് വാദിക്കണമെങ്കത്തെ, ഷിർക്ക് പ്രസംഗിച്ച് നടക്കണമെങ്കത്തെ ആൾമാർ അങ്ങ് യഥാർത്ഥത്തിൽ തൗഹീദും ഷിർക്കും എന്തും ഒരിക്കലും ഗൊന്തേ ആയിട്ടില്ല. അങ്ങാണ് ഇതിലെല്ലാം എതിർത്തോണ്ടുള്ളേ. ഷിർക്കും തൗഹീദും ശരിക്കും ഗൊന്തായ ആളുകൾ ഒരിക്കലും ഇത് എതിർക്കുക സാധ്യമേ ഇല്ല. മൊഹിബീങ് ആക്കരുത്, ആഷുത്തീങ് ആക്കരുത്. അങ്ങളെ കൽബുടെ കണക്ഷൻ ആയിട്ടിക്കരുത്. ഇങ്ങനെയുള്ള മാലിക്കിമാമുടെ, അതുപോലെ കാളിയാളുടെ, ഉമറുൽ കാളിയുടെ, ഉണ്ടൂർ ഉസ്താദിനെ, അതുക്ക് മുന്നിൽ വഫാത്തായി പോയെങ്കിൽ ഷാഫി ഇമാമുടെ, ഇബ്നു ഹജറുൽ അസ്കലാന്റെ സ്നേഹവും പ്രേമവും മഹബത്തെല്ലാം കണ്ടെങ്കിൽ ആ മഹാന്മാരെ എങ്ങനെ വിലയിരുത്തുവരുണ്ടാണ് നമുക്ക് അത്ഭുതമായോണ്ടുള്ളേ. അപ്പോ ഇതെല്ലാം നമുക്ക് ഈ പാത ഇത് നമുക്ക് പഠിപ്പാട്ടി തന്നരെ സ്വഹാബിമാരായിട്ടിക്കാറ്, അതിൽ പിന്നെ വന്ന താബീയിങ് ആയിട്ടിക്കാറ്, അതിൽ പിന്നെ വന്നെങ്കത്തെ തബഉ താബീയിങ, ഇമാമീങ്ങ, അടുത്ത കാലത്ത് വന്ന ഔലിയാക്കന്മാർ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ, തങ്ങന്മാർ, ഇങ്ങനെയുള്ള പഠിപ്പാട്ടിങ്കത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ നല്ല ഒരു പരമ്പരായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കരുത്. മഹാനായ നബി തങ്ങളെ ഹദറത്ര മുട്ട പോയിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്ര മുട്ട പോയിട്ട് ചന്ദങ്കത്തെ മഹാന്മാരുള്ളാർ നബിയെ യാ റൗലത്തൽ മുഖ്താരി ഇന്നി ജായോ, നക്ക് പൈച്ചോണ്ടുണ്ടു, നക്ക് ദാഹായോണ്ടുണ്ടു, എവിടെക്ക് ദാഹാവുടെ നക്ക്
നക്ക് എവിടെയൊക്കെ പൈക്കിടേന് ಬಂತುಂಡ നിങ്ങളെ ഹലറത്തുക്ക് പറഞ്ഞു നക്ക് ദാഹായ ഉಂಟುಂಡು. ഈ ദാഹ നക്ക് തണ്ണി കുടിച്ചെങ്കിൽ ഈ ദാഹ തീരല്ലേ. അതുപോലെ തന്നെ എവിടെ ബിരിയാണി കൊറന്ന് തന്നെങ്കിൽ നന്റെ ഈ പൈപ്പ് നിൽക്കൂ സാധ്യയില്ല. ഇത് നന്റെ ആന്തരികമായ ദാഹവും